ഇറാൻ്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ഔദ്യോഗിക സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തതിന് ഇന്ത്യക്ക് ഇറാൻ ഭരണകൂടം നന്ദി അറിയിച്ചു. ഇന്ത്യയുടെ ഔദ്യോഗിക പങ്കാളിത്തം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്നതാണെന്ന് ഇന്ത്യയിലെ ഇറാനിയൻ എംബസി എക്സിലൂടെ വ്യക്തമാക്കുകയുണ്ടായി. ബീഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ റിട്ടയർഡ് സയ്യിദ് അതാ ഹസ്നൈൻ, വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗറിറ്റ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘമാണ് ടെഹ്റാനിലെ ചടങ്ങുകളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത്. കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദ്, മുൻ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി എന്നിവരും വിവിധ ഹൈന്ദവ, മുസ്ലിം, സിഖ്, ക്രിസ്ത്യൻ മതനേതാക്കളും അടങ്ങുന്നതായിരുന്നു ഇന്ത്യൻ പ്രതിനിധി സംഘം. ഇന്ത്യ പ്രകടിപ്പിച്ച ഈ ഐക്യദാർഢ്യം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര ബഹുമാനത്തിൻ്റെ ശക്തമായ തെളിവാണെന്ന് ഇറാൻ വിശേഷിപ്പിച്ചു. ഇന്ത്യ നൽകിയ ഈ ഹൃദയംഗമായ ആദരവും സൗഹൃദവും തങ്ങൾ ഒരിക്കലും മറക്കില്ലെന്ന് ഇറാനിയൻ എംബസി കുറിച്ചു. അമേരിക്കൻ ഇസ്രയേൽ സംയുക്ത വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ആയത്തുള്ള അലി ഖമേനിയുടെ ബഹുമുഖ നഗരങ്ങളിലായി നടക്കുന്ന വിപുലമായ ഔദ്യോഗിക സംസ്കാര ചടങ്ങുകൾ 2026 ജൂലൈ 4 മുതലാണ് ആരംഭിച്ചത്. ചടങ്ങുകൾ ജൂലൈ 9 അദ്ദേഹത്തിൻ്റെ ജന്മനാടായ മഷ്കദയിലെ ഇമാം റിസ തീർത്ഥാടന കേന്ദ്രത്തിൽ സംസ്കരിക്കുന്നതോടെ സമാപിക്കും.